ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും പൂട്ടിട്ട് കേന്ദ്രം. കാനഡയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ആപ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് NIA കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. പഞ്ചാബ് നിയമസഭാ സ്പീക്കറും ആപ് നേതാവുമായ കുൽത്താർ സിംഗ് സദ്വാനാണ് ഖാലിസ്ഥാൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ നേതൃത്വം നൽകിയത്. ഭഗവത് മാനും സഞ്ജയ് സിംഗ് MPയുമാണ് കാര്യങ്ങളുടെ ഏകോപനം നടത്തിയതെന്നും പറയുന്നു. കേസ് ഏറ്റെടുത്ത NIA ആപ് നേതാക്കളെയും ഖാലിസ്ഥാൻ ഭീകരരെയും പ്രതികളാക്കി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നിവരുമായി ഖാലിസ്ഥാൻ നേതാക്കൾ ഈ യോഗത്തിനിടെ ഫോണിൽ ബന്ധപ്പെട്ടെന്നും NIA കണ്ടെത്തി. തുടർന്ന് $50 ലക്ഷം ആപ്പിന് ഇവർ കൈമാറിയെന്നും പറയുന്നു. ഖബർ ഖൽസ ഇന്റർനാഷണൽ നേതാവ് ഹർജിത് സിംഗ് ബാജ്വയുമായാണ് കുൽത്താർ സിംഗ് കാനഡയിലെ മോൺട്രിയിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. 2022 സെപ്റ്റംബറിലായിരുന്നു യോഗം. ഖലിസ്ഥാൻ രാജ്യത്തിനായി റഫറൻഡം നടത്തണമെന്ന ആവശ്യമുയർത്തി സമരം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യരുതെന്നായിരുന്നു ഖബർ ഖൽസ ഉന്നയിച്ച ആവശ്യം. ഇതിനാണ് ആപ് പണം വാങ്ങിയതെന്ന് പറയുന്നു. കാനഡയിൽ നിന്ന് പാർട്ടിക്ക് ആവശ്യമായ ഫണ്ടിംഗ് തുടരണമെന്നതായിരുന്നു ആപ്പിന്റെ ആവശ്യം. 2022 സ്വാതന്ത്ര്യദിനത്തിൽ കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ആക്രമിക്കുകയും ദേശീയ പതാക കത്തിക്കുകയും ചെയ്ത സംഭവത്തിൽ നേതൃത്വം നൽകിയത് ഖലിസ്ഥാനി ഭീകരരാണെന്ന് ബാജ്വ പറഞ്ഞു. പ്രത്യേക ഖലിസ്ഥാൻ രാജ്യം വേണമെന്നാവശ്യപ്പെട്ട് കാനഡ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നേതാവ് കൂടിയാണ് ബാജ്വ. ഭീകര സംഘടനയായ സിഖ്സ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർപത് വത് സിംഗ് പന്നു ആം ആദ്മി പാർട്ടിക്ക് ഖലിസ്ഥാനി സംഘടനകൾ $16 മില്യൺ നൽകിയതായി വെളിപ്പെടുത്തിയിരുന്നു. 2014 2022 ഇടയിൽ ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായാണ് ഈ തുക കൈമാറിയത്. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഖലിസ്ഥാനി ഭീകരർ ദേവേന്ദർ പാൽ സിംഗ് ബുള്ളറിനെ മോചിപ്പിക്കാമെന്ന വാഗ്ദാനവും കേജ്രിവാൾ നൽകിയെന്നാണ് ഖലിസ്ഥാനി നേതാക്കൾ പറയുന്നത്. 9 പേർ കൊല്ലപ്പെടുകയും 30-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത 1993 ഡൽഹി സ്ഫോടന കേസിലെ പ്രധാന പ്രതിയാണ് ബുള്ളർ.